ഇന്നലെ വൈകുന്നേരത്തെ അപേക്ഷിച്ച് നേരിയ കുറവുണ്ടെങ്കിലും മഴ തുടരുന്ന സാഹചര്യം തന്നെയാണ് ശബരിമലയിൽ ഉള്ളത്. സന്നിധാനത്ത് വലിയ ഭക്തജന തിരക്ക് ഇന്നും അനുഭവപ്പെടുന്നുണ്ട്. മഴ മുന്നറിയിപ്പുണ്ട്, അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങളുമുണ്ട്. പ്രത്യേകമായി അഖിൽ പാലോട്ടുമഠം സന്നിധാനത്ത് നിന്ന് ചേരുന്നുണ്ട്. അഖിൽ, തിരക്കുണ്ട്, ഒപ്പം മഴയും. സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് രണ്ടും ഇന്ന് രാവിലെ മുതൽ തന്നെ സന്നിധാനത്തേക്ക് എത്തുന്നുണ്ട്. ഇന്നലെ 2 ദിവസവും അവധിയായിരുന്നുവെങ്കിൽ പോലും വലിയ തിരക്ക് സന്നിധാനത്തുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് സന്നിധാനത്ത് രാവിലെ മുതൽ തന്നെ 3 മണിക്ക് നട തുറന്നത് മുതൽ തന്നെ സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ അയ്യപ്പ ഭക്തരുടെ തിരക്ക് ഉണ്ടായിരുന്നു. 9 മണിയുടെ കണക്ക്, അതായത് രാവിലെ 7 മണി മുതൽ 8 മണി വരെയുള്ള കണക്ക് 9 മണിക്ക് സന്നിധാനത്ത് നിന്ന് ലഭിക്കുന്ന സമയത്ത് പോലും 26,000 പേർ ദർശനം നടത്തി പൂർത്തീകരിച്ചു എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇന്നലെ പക്ഷേ രാത്രി 11 മണിക്ക് നട അടയ്ക്കുന്നത് വരെ ഏകദേശം 67,000 പേർ മാത്രമാണ് ദർശനത്തിന് എത്തിയിട്ടുള്ളത് എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്ന കണക്ക്. കാരണം 70,000 പേർ ഇത് ബുക്കിങ്ങിലൂടെയും അതുപോലെ തന്നെ 10,000 പേർ സ്പോട്ട് ബുക്കിങ്ങിലൂടെ ഏകദേശം 80,000 പേർക്ക് ദർശനത്തിനുള്ള അവസരം ഒരുക്കിയിട്ട് പോലും 67,000 പേർ മാത്രമാണ് ഇന്നലെ ദർശനത്തിനായി സ്വാമി അയ്യപ്പനെ കാണുന്നതിലേക്ക് വേണ്ടി എത്തിയിട്ടുള്ളത്. പക്ഷേ അത് ഇന്ന് രാവിലേക്ക് ആകുന്ന സമയത്ത്, രാവിലെ 8 മണിയോടുകൂടി കഴിയുന്ന സമയത്ത്, അതായത് 7 മണി മുതൽ 8 മണി, 1 മണിക്കൂർ ഇടവിട്ടാണ് നമുക്ക് എത്ര ആൾക്കാർ എത്തി എന്നുള്ള കണക്ക് ലഭിക്കുന്നത്. അതിൽ പോലും ഏകദേശം 25,000-ന് മുകളിലേക്ക് ആൾക്കാർ എത്തിക്കഴിഞ്ഞു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ മഴയും ഇന്നലെ തുടങ്ങിയതാണ്. ശനിയാഴ്ച തുടങ്ങിയ മഴയാണ് സന്നിധാനത്ത് ഇപ്പോഴും തുടരുന്നത്. ഇപ്പോൾ ചെറിയ രീതിയിലാണ് ഒരു ശമനം മഴയ്ക്കുള്ളത്. രാവിലത്തെ വാർത്തയ്ക്ക് നിൽക്കുന്ന സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ചെറിയ രീതിയിലാണ്, ഒരു അല്പസമയത്തേക്കാണ് മഴ ഒന്ന് മാറി നിൽക്കുന്നത്. പക്ഷേ പമ്പാ നദിയിൽ കുളിക്കുന്നതിലേക്ക് വേണ്ടിയും അതുപോലെ തന്നെ പരമ്പരാഗതമായ കാനനപാതയിലോടുകൂടി സന്നിധാനത്തേക്ക് ദർശനത്തിലേക്ക് എത്തുന്നതിലേക്കുമുള്ള നേരിയ വിലക്കുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിൽ കൂടെ കടന്നു വരുമ്പോൾ മലയോര പ്രദേശങ്ങളിലെ ഉള്ള യാത്രയ്ക്കും ചെറിയ രീതിയിലുള്ള വിലക്കുണ്ട്. പക്ഷേ അയ്യപ്പസ്വാമിമാരെ മാത്രമാണ് അതുവഴി കടത്തിവിടാൻ ഉള്ള ഒരു അനുമതി ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. എന്തായാലും സന്നിധാനത്തേക്ക് എത്തുന്നവർ അതീവ ജാഗ്രതയോടുകൂടി തന്നെ എത്തണം. കാരണം ശബരിമലയിലേക്ക് കയറി വരുന്ന പല വഴികളിലുമൊക്കെ തന്നെ മഴ പെയ്ത വിഴുക്കലടക്കമുണ്ട് എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പമ്പയിലെ മഴവെള്ള പാച്ചിൽ, അതായത് വനത്തിനുള്ളിൽ ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പമ്പയിൽ ഏതെങ്കിലും നിമിഷത്തിൽ ജലനിരപ്പ് ഉയർന്നാൽ അത് ഭക്തജനങ്ങളുടെ ജീവന് ഭീഷണി ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കിയായിരിക്കണം ഇപ്പോൾ ഇത്തരത്തിലൊരു സുരക്ഷാ മാനദണ്ഡം പമ്പാ നദിയിൽ കുളിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ കാനനപാതയായ അഴുതക്കാട് മുതൽ പമ്പ വരെയുള്ള പരമ്പരാഗതമായ കാനനപാതയിലൂടെയുള്ള യാത്രയാണ് ഇത്തവണ ഒരു നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത സമയങ്ങളിൽ ഇപ്പോൾ നിലവിൽ പത്തനംതിട്ട ജില്ലയിൽ മഞ്ഞ മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് മാറുകയാണ് എന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള ഇളവുകൾ നൽകാനുള്ള ഒരു സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നത്. എന്തായാലും കാര്യങ്ങൾക്ക് ഉള്ള നിയന്ത്രണ വിധേയമാണ് എന്നതാണ് നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ദേവസ്വം ജീവനക്കാരുമൊക്കെയായി സംസാരിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുരക്ഷിതരായിട്ടാണ് എല്ലാ അയ്യപ്പ ഭക്തരും അയ്യപ്പസ്വാമിയെ കാണുന്നതിലേക്കായി എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും സന്നിധാനത്ത് അത്യാവശ്യം സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ തന്നെ അയ്യപ്പ ഭക്തരുടെ തിരക്കുണ്ട്. കാരണം മഴയാണ്, അവധിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു അവധിയാണ്. പക്ഷേ ഇന്നെത്തുന്ന അയ്യപ്പ ഭക്തർ നമ്മൾ രാവിലെ മുതൽ കാണുന്നതിൽ ഏറ്റവും കൂടുതൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന അയ്യപ്പ ഭക്തരാണ് ഇപ്പോൾ ഏറ്റവും അധികമായി അയ്യപ്പസ്വാമിയെ കാണാനെത്തുന്നു എന്നതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. അനു, എന്തായാലും ശബരിമല സന്നിധാനത്തെ മഴ ഇപ്പോൾ അല്പസമയത്തേക്കെങ്കിലും മാറി നിൽക്കുന്നുണ്ട്. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 4 സംഘങ്ങളാണ് കേരളത്തിലുള്ളതായി അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കാണവേ റവന്യൂ മന്ത്രി അറിയിച്ചത്. അതിൽ 2 സംഘങ്ങളെ ശബരിമല തീർത്ഥാടകർക്കായി മാത്രം വിന്യസിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷേ